സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് കിഫ്ബി എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. കിഫ്ബി ബദൽ മാതൃകയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് എം.ബി. രാജേഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വൻകിട പശ്ചാത്തല സൗകര്യ വികസനം കിഫ്ബി വഴി നടപ്പാകുന്നു. കില കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള അഭിമാന സ്ഥാപനങ്ങളിലൊന്നാണ് കില. കില കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി സ്കൂൾ കെട്ടിട നിർമ്മാണ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2020 മേയിൽ 1 കോടി രൂപയുടെ 446 സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിലയെ ഏൽപ്പിക്കുകയുണ്ടായി. പിന്നീട് 2022 മേയിൽ 3 കോടി രൂപ വീതം ചെലവ് വരുന്ന 200 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ കൂടി സർക്കാർ കിലയെ ഏൽപ്പിക്കുകയുണ്ടായി. ഫണ്ടിംഗ് പൂർണ്ണമായും കിഫ്ബിയിൽ നിന്നാണ്. മറ്റ് വകുപ്പുകളുടെ പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായി ഭരണവകുപ്പിൻ്റെ പരിശോധനയോടും നിയന്ത്രണത്തോടുമൊപ്പം കിഫ്ബിയുടെ പരിശോധനയും അംഗീകാരവും കൂടി ഇത്തരം പദ്ധതികൾക്ക് ആവശ്യമാണ്. ഫണ്ടിംഗ് ഏജൻസി എന്ന നിലയിലാണ് കിഫ്ബിയുടെ പരിശോധനയും അംഗീകാരവും ആവശ്യമായി വരുന്നത്. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, പാലങ്ങൾ എന്നീ മേഖലകളിൽ കിഫ്ബി സംഭാവന വളരെ വലുതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. 2025 മാർച്ച് 31 വരെ 1 കോടി രൂപയുടെ 206 സ്കൂൾ പ്രവൃത്തികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 3 കോടി രൂപ വീതമുള്ള 7 പ്രവൃത്തികളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 254 പ്രവൃത്തികൾ ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 116 പ്രവൃത്തികൾ ടെൻഡർ ചെയ്തു കഴിഞ്ഞു. ഇനി ടെൻഡർ ചെയ്യാൻ ബാക്കിയുള്ളത് 11 എണ്ണം മാത്രമാണ്. മറ്റ് SPVകളെല്ലാം ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ച പദ്ധതികളാണ് കില PMU ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല നിലയിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 2026 മാർച്ച് മാസത്തോടുകൂടി ഇപ്പോഴത്തെ പുരോഗതി അനുസരിച്ച് നോക്കിയാൽ 190 സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയാക്കാൻ കഴിയും. ഇപ്പോൾ കരാർ വെച്ചിട്ടുള്ളവ 15 മാസത്തിനകം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് കുതിപ്പേകുകയാണ്.